കർത്താവ് നമ്മളോട് പറഞ്ഞത്, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകാനും ജീവൻ സമൃദ്ധമായുണ്ടാകാനും വേണ്ടിയാണ്. തൻ്റെ ജീവനെ നമുക്കായി സമർപ്പിച്ച് നമുക്ക് ജീവന്റെ സമൃദ്ധി നൽകിയവനാണ് ദൈവം കർത്താവ്. അതേപോലെ പരിശുദ്ധ ദൈവമാതാവ്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് വചനത്തെ തൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ അവളുടെ സ്വപ്നങ്ങൾ മുഴുവൻ ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചവളാണ്. പ്രിയപ്പെട്ടവരെ, ത്യാഗമില്ലാതെ സ്നേഹമില്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ത്യാഗത്തിൻ്റെ ബലിവേദിയിൽ ദൈവത്തിൻ്റെ ഹിതത്തിനായി തന്നെ സമർപ്പിച്ച ആ അമ്മയുടെ ജീവിത മന്ത്രണം തന്നെ ടു ബി സെൻസിറ്റീവ് ടു ദ നീഡ്സ് ഓഫ് ഗോഡ്. നമ്മുടെ രീതി അനുസരിച്ച്, ഏഷ്യൻ കൾച്ചർ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റേൺ ഫിലോസഫി അനുസരിച്ച്, ഒരു സ്ത്രീ ഒരു പുരുഷനെ സ്നേഹിച്ചു തുടങ്ങുന്നത് അവളുടെ വിവാഹ നിശ്ചയത്തോടൊപ്പമാണ്. Gospel says Mary was betrothed to a man called Joseph. അവർ രണ്ടുപേരും ഒരു വിവാഹ ഒരുക്ക സെമിനാർ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ഇരിക്കുന്ന പലരും വിവാഹം കഴിച്ചവരാണ്, ഞങ്ങൾ 2-3 പേരൊഴിച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സിസ്റ്ററും സോറി 4 പേരൊഴിച്ച്, അല്ലെങ്കിൽ 5 പേരാ, എനിക്കറിയില്ല. വിവാഹത്തിന് മുമ്പ്, എസ്പെഷ്യലി നമ്മുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ്, കുടുംബത്തെ പറ്റിയും കല്യാണം കഴിക്കാൻ പോകുന്ന ആളിനെ പറ്റിയും കുടുംബത്തിൻ്റെ ഘടനയെ പറ്റിയും കുടുംബം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതായ ചിന്തകളെക്കുറിച്ചും നമ്മൾ ഓരോരുത്തരും സ്വപ്നങ്ങൾ നെയ്യുന്നവരാണ്, അല്ലെങ്കിൽ നെയ്തവരാണ്. ആ സ്വപ്നങ്ങൾ പരിശുദ്ധ ദൈവമാതാവിനുമുണ്ടായിരുന്നു. നമ്മൾ കാണുന്നത് വൃദ്ധനായ ഒരു യൗസേപ്പിൻ്റെ പടമായിരിക്കാം, ചിത്രമായിരിക്കാം. Don't you think that he was not that much old? Do you know that? Joseph was not an old man, no. He was a handsome young guy. Very handsome. And Mary was so beautiful. ഒരു സുന്ദരനായ വ്യക്തിയും ഒരു സുന്ദരിയായ യുവതിയും വിവാഹത്തിന് അവരെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് മാലാഖ മാതാവിൻ്റെ അടുക്കൽ വരിക. നിന്റെ വിളി ദൈവത്തിൻ്റെ മുമ്പിൽ വ്യത്യസ്തതയുള്ളതാണ്. നിന്റെ സ്വപ്നങ്ങൾ ദൈവത്തിൻ്റെ സ്വപ്നത്തിന് വേണ്ടി മാറണം. നിന്റെ ജീവിതം ദൈവത്തിൻ്റെ പരിശുദ്ധമായ സക്രാരിയായി മാറണം. നിന്റെ ഉദരത്തിൻ്റെ ഓരോ ചലനങ്ങളും ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിച്ച് അതിനെ ബലപ്പെടുത്തി, അതിനെ പുഷ്ടിപ്പെടുത്തി, അതിൻ്റെ പൂർണ്ണ വളർച്ച പ്രാപിച്ച് ഈ ലോകത്തിന് കൊടുക്കുവാൻ തക്കവണ്ണം നീ അതിനെ ദൈവത്തിന് വേണ്ടി കാത്തു സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. നീ ഇന്നു മുതൽ ജോസഫിനെ കാണേണ്ടത് നിന്റെ കണ്ണുകളിലൂടെയല്ല. You are not going to see Joseph not through your eyes, no. I am going to give you a new lens in your eyes to see Joseph. And Joseph has to accept you with a different heart, that is with the heart of God, to make that holy family happen. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അമ്മയാകാനുള്ളതായ വിളി വലിയൊരു വിളിയാണ്, വലിയൊരു പദവിയാണ്, വലിയൊരു അംഗീകാരമാണ്. നിങ്ങൾ ഇന്ന് മനസ്സിൽ കുറിച്ചിട്ടുള്ളൂ, ആ അമ്മയുടെ ജീവിതം മാനുഷികമായ കാഴ്ചപ്പാടിൽ അവൾ ഇവിടെ ജീവിക്കുമ്പോൾ ഒരിക്കലും മഹത്വകരമായിരുന്നില്ല. ദൈവത്തിൻ്റെ അമ്മയാകാനുള്ളതായ അവളുടെ വിളിയുടെ ആ ഔന്നത്യത്തിൻ്റെ മഹിമ,
അവൾ ഒരിക്കൽ പോലും അവളുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. അവൾ അവിടെ കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത് കാലിക്കൂട്ടിൽ, ദുർഗന്ധം വമിക്കുന്ന കാലിക്കൂട്ടിൽ. ബേത്ലഹേമിന്റെ തെരുവുകളിലൂടെ എൻ്റെ കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ സ്ഥലം തരുമോ എന്ന് ചോദിച്ച് നിറവയറോടെ ആ അമ്മയും യൗസേപ്പും ഇരന്ന് നടന്ന ഒരു ചിത്രം വേദപുസ്തകം നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുന്നുണ്ട്. Gospel says nobody opened to them a door. Somebody showed them a stable. You could imagine what would be a stable. ആ കുഞ്ഞിനവിടെ ജന്മം കൊടുക്കൂ. അവൾ ഒരിക്കലും ആ കുഞ്ഞിനോട് ചോദിച്ചില്ല, നീയാണോ കുഞ്ഞേ അത്യുന്നതന്റെ പുത്രൻ? നീയാണോ ദാവീദിന്റെ സിംഹാസനത്തിൽ നിന്ന് രാജാവായി ജീവിക്കാൻ പോകുന്നവൻ? നിന്റെ സിംഹാസനത്തിനാണോ ഒരിക്കലും അതിരുകളില്ലാത്തത്? നീയാണോ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രൻ? ഒന്നും ചോദിച്ചില്ല. ആ അമ്മ ആ കുഞ്ഞിൻ്റെ മുമ്പിൽ കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ വചനം പോലെ നിൽഭവിക്കട്ടെ. അവളുടെ ആ പ്രാർത്ഥന, അവളുടെ ആ സമർപ്പണം, ദൈവത്തിൻ്റെ ഹിതത്തിനായി തന്നെ താഴ്ത്തുവാനുള്ളതായ ആ മനോഭാവം വൃത്തികെട്ട കാലിക്കൂട്ടിനെ രാജാക്കന്മാർക്കും ഇടയന്മാർക്കും വന്ന് ആരാധിക്കാൻ പറ്റും വിധം മനോഹരമായ ദേവാലയമാക്കി മാറ്റി. പ്രിയപ്പെട്ടവരെ, നമ്മൾ താമസിക്കുന്നത് വലിയ ഒരു വീട്ടിലായിക്കൊള്ളട്ടെ. നമ്മുടെ വീട് ഭവനമാകണമെങ്കിൽ, if your house needs to be a home of faith, a school of life and a sanctuary of love, you need to be sensitive to the needs of God. Otherwise, your home will be a cluster, will be a crowd. Or even when you are living in a big home with so many house members, family members, you will be feeling lonely. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം നടുക്കടലിൽ അകപ്പെട്ടവരെ പോലെയാണ്. ഒരു തുള്ളി വെള്ളം കുടിക്കാനില്ലാതെ, ശുദ്ധജലമില്ലാതെ നടുക്കടലിലായിരിക്കുന്ന അവസ്ഥ. നമുക്ക് ചുറ്റും വെള്ളമാണ്, പക്ഷേ കൈക്കുമ്പിളിൽ അല്പം കോരിയെടുത്ത് കുടിക്കാൻ നമുക്ക് കഴിയുന്നില്ല. If we are not sensitive to the needs of God, or if we are negligent to be sensitive to the needs of God, we will be wandering here and there. Our life will be never ever fulfilled. We will be feeling that vacuum in our heart all the time. കർത്താവ് നമ്മളോട് പറഞ്ഞു, നീ ലോകം മുഴുവൻ നേടിയാൽ നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ നിനക്കെന്ത് പ്രയോജനം? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാവിൻ്റെ മൂല്യത്തെപ്പറ്റി നമുക്കെന്താണ് ചിന്ത? ഭൗതിക സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താൻ നമ്മൾ കഷ്ടപ്പെടുമ്പോൾ ദൈവത്തോടുള്ളതായ നമ്മുടെ ബന്ധം ആഴപ്പെടുത്താൻ നമുക്ക് എത്രമാത്രം താല്പര്യം? മറിയം ജീവിച്ചത്, വിശുദ്ധനായ യൗസേപ്പ് പിതാവ് ജീവിച്ചത്, ഉണ്ണീശോ ജീവിച്ചത് വലിയൊരു കൊട്ടാരത്തിലായിരുന്നില്ല. ചുടുകല്ല് വെട്ടിയെടുത്ത 2 കുഴിയായിരുന്നു അവരുടെ വീട്. ചുടുകല്ല് വെട്ടിയെടുത്ത 2 കുഴി. ആ കുടുംബമാണ് അധ്വാനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പരസ്പര ധാരണയുടെയും പങ്കുവയ്ക്കലിൻ്റെതുമായ അനുഭവങ്ങളുടെ മാതൃകയായി നമ്മുടെ മുമ്പിൽ നിൽക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് അപ്രകാരമുള്ള ഒരു സാക്ഷ്യം കൊടുക്കുവാൻ കഴിയുന്നുണ്ടോ? We may appear Christian,
or we may practice something. However, what is our commitment to our basic call to be holy? We cannot be holy unless we are not sensitive to the needs of God. Mary is a perfect example, a role model. Forget about yesterdays. Yesterday is gone. Don't hope too much about tomorrow. Tomorrow is still a mystery. What about today? What you are going to today? സങ്കീർത്തകൻ പറയും, ഇന്ന് നീ ദൈവത്തിൻ്റെ ഇമ്പകരമായ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിന്റെ ഹൃദയം കഠിനമാക്കരുത്. ഈ രാത്രി നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയം തരളിതമാക്കാനുള്ളതാണ്. തരളിതമായൊരു ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ കൃപ ഒഴുകിയിറങ്ങി നമ്മളെ കൂടുതൽ വിശുദ്ധിയിലേക്ക് ആനയിക്കുവാൻ തയ്യാറാക്കേണ്ട ദിവസമാണ്, രാത്രിയാണ്. ഈ രാത്രിയിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ അടിസ്ഥാന മനോഭാവം നമ്മൾ സ്വന്തമാക്കുമെങ്കിൽ, if we are committing ourselves to be sensitive to the needs of God, you will see miracles in your life. You will be seeing wonders in your life. വചനം മാംസമായത് സ്വർഗത്തിൽ പിതാവിനോടൊപ്പം അനാദികാലം മുതൽ സ്ഥിതി ചെയ്തിരുന്ന പുത്രൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നതിൻ്റെ അൾത്താര ആ അമ്മയുടെ ഫിയാത്താണ്. ഇതാ ഞാൻ, ഹിയർ ഐ ആം. നമ്മുടെ ദൈവം സ്വർഗത്തിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നവനല്ല. മനുഷ്യന്റെ കഷ്ടപ്പാടുകൾ നോക്കി മുകളിലിരുന്ന് ആനന്ദിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. നമ്മുടെ ദൈവത്തിൻ്റെ പേര് ഇമ്മാനുവേൽ, ഗാഡ് ഈസ് വിത്ത് us. ആ ദൈവത്തിന് ഈ ലോകത്തിൽ വരണമെങ്കിൽ, ഈ ലോകത്തിൽ ആവശ്യമുള്ളിടത്തെല്ലാം എത്തണമെങ്കിൽ, തൻ്റെ സ്നേഹസ്പർശം ആവശ്യമുള്ളവർക്കെല്ലാം ആ സ്പർശനം കൊടുക്കണമെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ കൈകളിലെ ഉപകരണമായെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. When we become sensitive to the needs of God, we will be placing ourselves as the wonderful instruments in the hands of God. ദൈവമേ, നിന്റെ കയ്യിൽ എന്നെ ഒരു ഉപകരണമാക്കണമേ എന്നാണ് ഫ്രാൻസിസ് അസീസി പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥന നമ്മുടെയും പ്രാർത്ഥനയായി മാറണം. കർത്താവിന് ഈ ലോകത്തിൽ ഇറങ്ങി നടക്കാൻ കാലുകളില്ല. കർത്താവിന് ഈ ലോകത്തിന് നന്മ ചെയ്യുവാൻ കൈകളില്ല. കർത്താവിന് ഈ ലോകത്തിൻ്റെ നീറുന്ന പ്രയാസങ്ങൾ കേൾക്കുവാൻ ചെവികളില്ല. നീറുന്ന പ്രയാസങ്ങൾ കാണുവാൻ കണ്ണുകളില്ല. ഈ ലോകത്തെ, ഇതിലെ ആളുകളെ സ്നേഹിക്കാൻ ഹൃദയവുമില്ല. നമ്മളൊക്കെ വിളിക്കപ്പെട്ടിരിക്കുന്നത് കർത്താവിൻ്റെ ഹൃദയവും കർത്താവിൻ്റെ കണ്ണുകളും കർത്താവിൻ്റെ ചെവികളും കർത്താവിൻ്റെ കൈകളും കർത്താവിൻ്റെ കാലുകളുമാകുന്നതിന് വേണ്ടിയാണ്. നാം ഓരോരുത്തരും മാമോദീസ മുക്കപ്പെട്ടപ്പോൾ നമുക്കൊരു പേര് നൽകപ്പെട്ടതുപോലെ ആ പേരിൻ്റെ കൂടെ യേശു എന്ന നാമവും നൽകപ്പെട്ടു. Every Christian is another Christ. കത്തോലിക്കാ സഭയുടെ ദൈവശാസ്ത്രം വളരെ കൃത്യമാണ്. Every baptized Christian is another Christ. Our identity is that of Christ. Our relevance is of Jesus Christ our Lord. ആകാശത്തിൻ്റെ കീഴെ ഒരേ ഒരു നാമമേ മനുഷ്യന്റെ രക്ഷയ്ക്കായി നൽകപ്പെട്ടിട്ടുള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമമാണെങ്കിൽ ആ നാമവും ധരിച്ച് ഈ ലോകത്തിൽ ഇറങ്ങി നടക്കുന്ന പാത്രങ്ങളാണ് നാം ഓരോരുത്തരും. ദൈവത്തിൻ്റെ നാമം വഹിക്കുന്ന പാത്രങ്ങൾ. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തെ തൻ്റെ ഹൃദയത്തിൽ സ്വീകരിച്ച് ജീവിക്കുന്ന സക്രാരിയായി മാറിയ പരിശുദ്ധ അമ്മയുടെ അതേ വിളി തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും വിളി. വചനത്തെ
ഗർഭം ധരിക്കുക. വചനത്തിന് രൂപവും ഭാവവും പ്രാപിക്കുവാൻ നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുക. പൂർണ്ണ വളർച്ചയെത്തിയ ദൈവത്തിൻ്റെ വചനത്തെ മറ്റുള്ളവരുമായി പങ്കുവെക്കുക. If you are rich, you can give a check of $100,000 to somebody. Somebody may benefit from it. However, the biggest need of this century, the biggest need of this hour is Jesus Christ. Where are we to share Jesus? Just as Mary did. മാതാവ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ത്യാഗമുണ്ട്. കർത്താവിൻ്റെ ഛിന്നഭിന്നമായ ശരീരം കുരിശിൽ നിന്നിറക്കി ആ അമ്മയുടെ മടിയിൽ കിടത്തും. ആ മടിയിൽ കിടന്നുകൊണ്ട് ആ മകൻ മൂകമായ ഭാഷയിൽ ആ അമ്മയോട് അന്ത്യയാത്ര ചോദിക്കും. സഹനത്തിൻ്റെ ഏകാന്തമായ ആ പാതയിൽ ആ മകൻ്റെ ശരീരം എടുത്തുയർത്തി ആ അമ്മ നമുക്ക് മുഴുവനായിട്ട് പകർന്നു നൽകി, സമർപ്പിച്ചു. ഇതാ നിങ്ങൾക്ക് വേണ്ടി ഛിന്ന ഭിന്നമാക്കപ്പെടുന്ന, മുറിക്കപ്പെടുന്ന എൻ്റെ മകൻ്റെ ശരീരം. ആ മകനെ ലോകത്തിന് നൽകുമ്പോൾ ആ അമ്മയുടെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നുപോയി. മാതാവിൻ്റെ ഹൃദയത്തിലെ മുറിവിൻ്റെ ഒരു ഭാഗമാണത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വന്തം ഹൃദയം നുറുങ്ങുമ്പോൾ പോലും ദൈവത്തിൻ്റെ ഹിതത്തിൽ നിന്ന് അവളെ ഒന്നും പിന്തിരിപ്പിച്ചില്ല, ഒന്നും മാറ്റി നിർത്തിയില്ല. നാം ഓരോരുത്തരും ചോദിക്കും, നമ്മൾ ഒരു സഹനത്തെ അഭിമുഖീകരിക്കുമ്പോൾ ദൈവമേ നീ എവിടെയാണ്? We used to ask that question so many times. God, where are you? Are you not listening to my stories? Are you still away? ആ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടാകണമെങ്കിൽ ദൈവം നമ്മളോട് പറയുന്ന ഉത്തരം കൂടി കേൾക്കാൻ തയ്യാറാകണം. ആ ചോദ്യം ചോദിക്കുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. It is nothing unnatural to ask such a question, where are you, God? However, we need to be humble enough to listen to what God is telling to us. പരിശുദ്ധ ദൈവമാതാവിനോട് തീർച്ചയായും ദൈവം ആ നിമിഷങ്ങളിൽ സംസാരിച്ചിരിക്കും. അവൾക്കത് കേൾക്കാൻ കഴിഞ്ഞു, അംഗീകരിക്കാൻ കഴിഞ്ഞു. ദൈവം തരുന്നത് പോലൊരു സ്വാന്തനം ഈ ലോകത്തിലെ ഒരു സംവിധാനങ്ങൾക്കും തരാൻ പറ്റുകയില്ല. ദൈവം നമ്മളെ സ്പർശിക്കുന്നത് പോലെ ഈ ലോകത്തിൻ്റെ ഒരു സംവിധാനങ്ങളും നമ്മളെ സ്പർശിക്കില്ല. ആ സ്പർശനം ഏറ്റുവാങ്ങാൻ അവൾ തൻ്റെ ജീവിതത്തെ കുറെ കൂടെ സമർപ്പിച്ചപ്പോഴാണ് ആ മകനോടൊപ്പം രക്ഷയുടെ ആ വലിയ പരികർമ്മത്തിൽ പങ്കാളിയാകാൻ ആ അമ്മയ്ക്ക് കഴിയുക.